നിങ്ങൾക്ക് ഞാൻ 2 വീഡിയോ ഫോട്ടോസ് കാണിച്ചു തരാം. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. So 3, 2, 1. ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സാംസങ് A53 5Gയുടെ പ്രൈമറി ആയിട്ടുള്ള 64 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. ആ ഒരു വ്യത്യാസം കണ്ടതും ഈ ഒരു OIS കാരണമാണ്. സോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഓടിക്കൊണ്ട് വീഡിയോ എടുക്കുകയാണ്, നടന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ജെർക്കിംഗ് ഒക്കെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ ഈ ഒരു ബോക്സിലാണ് സാംസങ്ങിൻ്റെ A53 5G വരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ബോക്സിനകത്ത് നമ്മൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് പേപ്പർ വർക്ക്സ് ഉണ്ട്, ഒരു USB Type-C to Type-C കേബിൾ ഉണ്ട്, ഒരു സിം എജക്ടർ ടൂൾ ഉണ്ട്. ഒബ്വിയസ്ലി ബോക്സിനകത്ത് ചാർജറും ഇല്ല, കേസും ഇല്ല. സോ ഡിവൈസ് കയ്യിലെടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് ഇതിൻ്റെ കളർ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൂ കളറാണ്. ആക്ച്വലി ഇതൊരു പേസ്റ്റൽ കളറാണ്. ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബ്ലൂ ആണ്. തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ തരുന്ന ഒരു പേസ്റ്റൽ കളറിലാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. ഫിസിക്കൽ ഓറിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സും അതേപോലെ പവർ ബട്ടനും ഉണ്ട്. അടിയിലായിട്ട് നമുക്ക് സിം ട്രേ ഉണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒന്നില്ലെങ്കിൽ 2 സ്ലിം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ ഒരു മൈക്രോഫോൺ, അതിനുശേഷം ഒരു USB-C പോർട്ട്, പിന്നെ നമുക്ക് സ്പീക്കർ ഗ്രില്ലുമാണുള്ളത്. ഇനി നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ആണുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു ഹോൾ പഞ്ചിനകത്ത് 32 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി 64 MP OIS ഉള്ള ക്യാമറ, സെക്കൻഡറി 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു 5 MP പോർട്രേറ്റ് ക്യാമറയും ഒരു 5 MP നമ്മുടെ മാക്രോ ക്യാമറയുമാണ് ഈ ഒരു ക്യാമറ ലേഔട്ടിൽ വന്നിരിക്കുന്നത്. ഏറ്റവും താഴെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും ഉണ്ട്. ഇനി ഫിസിക്കൽ ഓവറിയോയിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയായിട്ടാണ് തോന്നുന്നത്. ഈവൻ ദോ ഇതിനകത്ത് ബാറ്ററി 5000 mAh ഉണ്ടെങ്കിലും ഇൻ ഹാൻഡ് ഫീൽ കൊള്ളാം. പൊതുവേ A സീരീസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡ് ഫീലും ബിൽഡ് ക്വാളിറ്റിയിലും യാതൊരു കോംപ്രമൈസും വരുത്താറില്ല, ഇതിലും വരുത്തിയിട്ടില്ല. ഡിസ്പ്ലേ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള AMOLED പാനലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 800 nits വരെയാണ്. നമ്മൾക്ക് ഔട്ട്ഡോറിലൊക്കെ കാണുമ്പോൾ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നം വരില്ല. 800 nits വരെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസും ഒബ്വിയസ്ലി AMOLED പാനലുകളിൽ വളരെ നല്ല വ്യൂയിങ് ആംഗിൾസ് കിട്ടും. ആൻഡ് സാംസങ്ങിൻ്റെ AMOLED പാനൽസ് കുറച്ചുകൂടെ ബെറ്റർ വിസിബിലിറ്റിയുമാണ് തരുന്നത്. സോ വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യത്തിലും സ്ക്രീനിൻ്റെ കാര്യത്തിലും വിസിബിലിറ്റിയുടെ കാര്യത്തിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി ഒരേ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് 4K വീഡിയോസൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ആക്ച്വലി 1080p വരെയാണ് മാക്സ് ഔട്ട് ആയിരിക്കുന്നത്. ഇനി സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ Gorilla Glass 5 ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടൊരു ഗ്ലാസ് ആണ്. ഇനി അടുത്ത ക്യാമറ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ 64 MP OIS അഥവാ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. OIS കാരണം നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തേന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജസ് കിട്ടും, ഷേക്കുകളൊക്കെ കുറയും എന്നുള്ളത്. സെക്കൻഡ്ലി നമ്മൾ നോർമലി ഫോട്ടോസ് എടുക്കുമ്പോൾ പോലും കൈയൊക്കെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആയാൽ പോലും ഷേക്ക് ഇല്ലാത്ത രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിലും ആൻഡ് നൈറ്റ് ടൈമിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടണമെങ്കിലും OIS നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് പൊതുവേ A സീരീസിലുള്ള ക്യാമറാസ് വളരെ വെൽ പെർഫോമിംഗ് ആയിട്ടുള്ള ക്യാമറാസ് ആണ്. നിങ്ങൾക്ക് ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും എത്രത്തോളം നല്ല ഫോട്ടോസാണ് ഈ ഒരു ക്യാമറയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നതെന്ന്. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 4K 30 FPS എടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് സൂപ്പർ സ്റ്റേബിൾ മോഡ് എന്നൊരു മോഡും ഉണ്ട്. ആ ഒരു സൂപ്പർ സ്റ്റേബിൾ മോഡിൻ്റെ ഫൂട്ടേജ് ആണ് ഈ കാണുന്നത്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഫൂട്ടേജാണ് കിട്ടുന്നത്. പക്ഷേ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സൂപ്പർ സ്റ്റേബിൾ മോഡിൽ 1080p 30 ആണെങ്കിലും ചെറിയ ഒരു വീഡിയോ ക്വാളിറ്റിയിൽ ഒരു കുറവ് നമുക്ക് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് നോർമലി നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട്. പക്ഷേ പൊതുവേ ക്യാമറയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്യാമറയാണ്. റിലയബിൾ ആയിട്ടുള്ളൊരു ക്യാമറ. അത് കളറിൻ്റെ കാര്യം ആയിക്കോട്ടെ, പോയിന്റ് ആൻഡ് ഷൂട്ട് ആയിക്കോട്ടെ, റിലയബിൾ ആയിട്ടുള്ള ക്യാമറ തന്നെ പറയാം 64 MP. ഇനി സെക്കൻഡറി ക്യാമറ 12 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. 123 ഡിഗ്രിയുടെ ആംഗിളുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറ. ഏകദേശം ഇത്തരത്തിലായിരിക്കും അൾട്രാ വൈഡ് ക്യാമറയുടെ ഫൂട്ടേജസ് വരുന്നത്. പിന്നെ മൂന്നാമത്തത് പോർട്രേറ്റ് ക്യാമറയാണ്. പോർട്രേറ്റ് ക്യാമറ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ പോലും പോർട്രേറ്റ് ഫോട്ടോസ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസുകളിൽ കാണുന്ന പോലത്തെ പോർട്രേറ്റ് ലൈറ്റിംഗ് എഫക്റ്റുകൾ, അതായത്
പലതരം ലൈറ്റിംഗ് എഫക്റ്റുകൾ നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഗാലറി പോയി കഴിഞ്ഞാൽ മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അത് യൂഷ്വലി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസ് S22 സീരീസിലൊക്കെയാണ് കാണാറ്. അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയിലുള്ള പോലെ റീമാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫൂട്ടേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബ്ലറും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള AI വെച്ചിട്ട് ആ ഒരു റീമാസ്റ്റർ എന്ന് പറഞ്ഞ പരിപാടിയും ഉണ്ട്. ഇനി ഫൈനലി നമ്മുടെ 5 മെഗാ പിക്സലിലെ മാക്രോ ക്യാമറയിലെ ഫോട്ടോസ് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. എനിക്കറിയാം 5 മെഗാ പിക്സലാണ് മോശമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഔട്ട്പുട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് അത് അത്ര മോശം പറയാനായിട്ട് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തായാലും ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ മോശമൊന്നും തോന്നിയില്ല. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 32 MP സെൽഫി ക്യാമറയാണ്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു 32 MP സെൽഫി ക്യാമറയാണ്. ക്ലാരിറ്റി ഉണ്ട്, അതേപോലെ പോർട്രേറ്റ് എഫക്റ്റുകൾ കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലുള്ള വീഡിയോസും വളരെ നന്നായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊള്ളാം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിൽ നമ്മൾക്ക് IP67 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. IP67 റേറ്റിംഗ് കിട്ടുന്നുണ്ട് തന്നെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ ഈ ഒരു IP67 പ്രൈം യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ മഴയത്തൊക്കെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ഫോൺ കേടായി പോകുമ്പോൾ എന്നുള്ളൊരു ചിന്തയില്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതൊന്നാമത്തെ കാര്യം. പിന്നെ സെക്കൻഡ്ലി ഇത് നിങ്ങൾക്ക് ഫ്രഷ് വാട്ടറിൽ 1 മീറ്റർ വരെ 30 മിനിറ്റ് വരെ നമുക്ക് മുക്കി വെക്കാനായിട്ട് പറ്റും. യാതൊരു പ്രശ്നവും പറ്റാതിരിക്കും. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മുക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രൊട്ടക്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു ഹൈലൈറ്റ് ആണ്. ഇതിനകത്തുള്ള പ്രോസസ്സർ ഏതാണ് എന്ന് പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്. ഇതിനകത്തുള്ള പ്രോസസ്സർ എക്സിനോസ് പ്രോസസ്സറാണ്. എക്സിനോസിൻ്റെ 1280 എന്ന് പറഞ്ഞ ഒരു 5 നാനോമീറ്റർ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സർ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നോർമൽ നിങ്ങളുടെ ഒരു കാഷ്വൽ യൂസിന്, അതായത് ഇപ്പോൾ യൂട്യൂബ് കാണുക, ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്യുക, ഫേസ്ബുക്ക് എടുക്കുക, നോർമലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, അങ്ങനത്തെ സാധാരണ പണികളൊക്കെയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ യാതൊരു ലാഗും ഒരു ഗ്ലിച്ചും ജിറ്ററിങ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ AnTuTu സ്കോർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 378,000 അത്രയുമാണ് നമ്മൾക്ക് ഇതിൻ്റെ AnTuTu സ്കോർ വരുന്നത്. ഈ ഒരു സ്കോറിൽ ഞാൻ PUBG അതേപോലെ അതായത് BGMI അതേപോലെ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി. ആൻഡ് BGMIയിൽ സ്മൂത്ത് ഹൈ വരെയും പോകുന്നുള്ളൂ. സോ 30 FPS BGMIയിൽ ഗെയിമിംഗ് വരുന്നത്. സിമിലർലി നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിലും അത്ര ഹൈ സെറ്റിങ്സ് ഒന്നും കോൾ ഓഫ് ഡ്യൂട്ടിയിലും കാണുന്നില്ല. സോ നിങ്ങളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് ഗെയിമിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അതല്ലാതെ നോർമലി ഒരു കാഷ്വൽ യൂസിനാണ് എടുക്കുന്നതെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബൈ ദ വേ ഗെയിം കളിച്ചപ്പോൾ എനിക്ക് ഇതിനകത്ത് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തില്ല. 2 കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തേത് ഇതിനകത്ത് നമ്മുടെ A53 കണ്ട പോലെ സൂപ്പർ കൂളിംഗ് ആ ഒരു ടെക്നോളജി ഇതിനകത്തുണ്ട്. സെക്കൻഡ്ലി ഗെയിമുകളൊക്കെ ഏറ്റവും മാക്സിമം സെറ്റിങ്ങിൽ നമുക്ക് ഒരു എന്താ പറയുക അത്രയും സെറ്റിംഗ് മാത്രമേ കളിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് മേ ബി ആ ഒരു സെറ്റിങ്ങിൽ ഹീറ്റ് ആവില്ലായിരിക്കാം. എന്നാലും പൊതുവേ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇതിൽ കണ്ടില്ല. അതുപോലെ എൻ്റെ കയ്യിലുള്ളത് 6GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റുമാണ്. സോ റാം ടൈപ്പ് LPDDR4X ആണ്. ഇനി സ്റ്റോറേജ് ടൈപ്പ് UFS എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. UFS 2.2 ആണ് എന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. എന്നാൽ പോലും റാം പ്ലസ് ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ റാം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ മെമ്മറിനെ റാം ആക്കി മാറ്റുന്ന റാം പ്ലസ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണമെങ്കിൽ ഈ ഒരു റാം പ്ലസ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ One UI 4.1 ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. പ്ലസ് നോക്സ് സെക്യൂരിറ്റി ഇതിനകത്തുണ്ട്, സെക്യൂർ ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്, NFC പേയ്മെൻറ്റുകളുണ്ട്. ആൻഡ് ബ്ലോട്ട് വേസിൻ്റെ കാര്യം നമുക്ക് പൊതുവേ അറിയാമല്ലോ. സാംസങ്ങിൻ്റെ A സീരീസ് ആയിക്കോട്ടെ M സീരീസ് ആയിക്കോട്ടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറേയധികം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് കുറേയധികം ബ്ലോട്ട് വേസ് കിട്ടും. എന്നാൽ നിങ്ങൾക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഡീസൻ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ സെൻസറാണ്. ആൻഡ് ഫേസ് അൺലോക്കിംഗ് ഓപ്ഷനും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. സോ 12 ആണ് ഇതിൽ, 13, 14, 15, 16 വരെ നിങ്ങൾക്ക് ഇത് കിട്ടും. ആൻഡ് 5 ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കൂടിയാണ് സാംസങ് പ്രോമിസ് ചെയ്യുന്നത്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട് വരെയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇൻബോക്സിൽ ചാർജർ ഇല്ല. 25 വാട്ടിൻ്റെ ചാർജർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ട്രാവൽ അഡാപ്റ്റർ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇൻബോക്സ് നിങ്ങൾക്ക് USB-C to USB-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുവാണെങ്കിൽ അവർ 2 day ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നത്. ബട്ട് 120 ഹെർട്സിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ 120 ഹെർട്സ് ലോക്ക്ഡ് ആണ്, അഡാപ്റ്റീവ് അല്ല. ഒന്നില്ലെങ്കിൽ 60 അല്ലെങ്കിൽ 120 ആണ്. 120 ഹെർട്സ് പ്ലസ് ഹൈ ബ്രൈറ്റ്നസ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ബാറ്ററിയിൽ ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങളൊരു നോർമൽ ഡേ യൂസിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 10 to 15% നിങ്ങൾക്ക് എൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
സോ ഇത് മൊത്തത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വെച്ച് വളരെ നല്ലൊരു ഡിവൈസാണ്. കാരണം ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പ്ലസ് ഡോൾബി സപ്പോർട്ടും ഉണ്ട്. ഇനി അടുത്ത 5G ബാൻഡുകളുടെ കാര്യത്തിൽ ഈ ഫോൺ 10 5G ബാൻഡുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ഒരു കാര്യം എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്തില്ല. ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളെല്ലാവരും ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ഈ ഡിവൈസിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഇത് 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 6GB 128ഉം അതേപോലെ 8GB 128ഉം. 6GB 128ൻ്റെ വേരിയൻറ്റ് വരുന്നത് 34,999 റുപ്പീസാണ്. ആൻഡ് 8GB 128 35,999 റുപ്പീസിലാണ് ഇത് ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു ഫോണിനെ പരിശോധിച്ചു. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറേയധികം മിണ്ടി. പക്ഷേ ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഓവറോൾ പ്രൈസിങ് നമ്മൾ ബാങ്ക് ഓഫറൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 32Kൻ്റെ അടുത്താണ് 6GB 128ൻ്റെ വേരിയൻറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ആക്ച്വലി എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എനിക്ക് 5 കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തേത് ക്യാമറ കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് 120Hz ഫുൾ HD+ ആയിട്ടുള്ള സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, അതും കൊള്ളാം. പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ സീരീസ് ആയിട്ട് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. IP67 റേറ്റിംഗ് ഉണ്ട്. NFC അഥവാ സാംസങ് പേയിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ആൻഡ് 5G ബാൻഡുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒഴികെ ബാക്കി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു പെർഫോമൻസ് കണ്ടല്ലോ. ഈ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഗെയിമിങ്ങിൽ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ടോട്ടൽ ഗെയിമിംഗ് ഡിവൈസൊക്കെ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ചാർജ് ഇല്ല. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള നമ്മൾ റിവ്യൂ ചെയ്ത ഡിവൈസ് നോക്കുകയാണെങ്കിൽ 2 ഡിവൈസുകളാണ് ആക്ച്വലി ഈ ഒരു സെയിം കാറ്റഗറിയിൽ വന്ന് കിടക്കുന്നത്. ഏതാണ്? സാംസങ്ങിൻ്റെ A52s കിടപ്പുണ്ട്, അതേപോലെ സാംസങ്ങിൻ്റെ M52 എന്ന് പറഞ്ഞ 5G ആ ഒരു ഡിവൈസും ഉണ്ട്. ഇപ്പോൾ A52s-ഉം M52 5Gയും ഈ ഒരു A53 ഡിവൈസ് ഇത് മൂന്നും നമ്മൾ തമ്മിൽ നോക്കുവാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ A52s ആണെങ്കിൽ അത് ലോഞ്ച് ചെയ്തതും ഏകദേശം സിമിലർ പ്രൈസിങ്ങിലായിരുന്നു. ഇപ്പോൾ 30,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ടൊരു ഹെഡ്ഫോൺ ജാക്ക് കിട്ടിയിരുന്നു, ബോക്സിനകത്ത് ചാർജർ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ട് ആയിട്ടില്ലായിരുന്നു തോന്നുന്നു. അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ടായിരുന്നു നമുക്ക് അതിനകത്ത് കിട്ടിയിരുന്നത്. പക്ഷേ ബാറ്ററി ലേശം അതിൽ കുറേ 4500 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ബാറ്ററിയാണ് കുറച്ച് അപ്ഗ്രേഡ് ആക്കിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എനിക്ക് അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. ആൻഡ് പിന്നെയും ബഡ്ജറ്റ് പോയിന്റിലുള്ള നമ്മുടെ M52 5Gയുടെ കാര്യം നോക്കുവാണെങ്കിൽ M52 5Gയിലും എനിക്ക് തോന്നുന്നു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് എന്നുള്ളത്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മൾക്ക് അതിൽ കിട്ടുന്നില്ല എന്നുള്ളതല്ലാതെ എനിക്ക് കാര്യമായിട്ട് എന്താ പറയുക ഈ ഒരു പ്രൈസ് പോയിന്റിൽ മറ്റ് ഈ 2 ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ A53നെ എടുത്ത് കാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് സാംസങ്ങിൻ്റെ A സീരീസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ ആര് മേടിക്കും, ഈ ഫോൺ ആർക്കുള്ളതാണ് എന്നുള്ളൊരു ചോദ്യം, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. സോ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുവാണെങ്കിൽ പ്രൈസ് ഇനിയും കുറച്ച് നാളെ കഴിയുമ്പോൾ താഴേക്ക് വരാം. നമ്മളിപ്പോൾ A52s-ലൊക്കെ കണ്ട പോലെ തന്നെ പ്രൈസ് നമുക്ക് താഴേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൈസ് നമുക്ക് കൂടുതലായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ A52s-ൻ്റെ വീഡിയോ ഇട്ട സമയത്തൊക്കെ അത് പല ആൾക്കാർക്കും ആ ഒരു പ്രൈസ് കുറച്ച് കൂടുതലായില്ലേ എന്നുള്ളൊരു തോന്നൽ വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് വന്നപ്പോൾ കുറേ ആൾക്കാർ ആ ഒരു ഡിവൈസ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു പ്രൈസ് ഡ്രോപ്പ് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക വാല്യൂ ഫോർ മണി ഡിവൈസ് എന്നുള്ള രീതിയിലായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.